ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്യത്താഴവേളയിൽ ഈശോ യൂദാസിന് അപ്പക്കഷ്ണം മുക്കി കൊടുക്കുമ്പോൾ, യൂദാസ് അത് സ്വീകരിച്ചു കഴിയുമ്പോൾ യൂദാസിലേക്ക് സാത്താൻ പ്രവേശിക്കുന്നതായിട്ട്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് സാത്താൻ ആവസിച്ച ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യമാണ്. ഈ പെൺകുട്ടി എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുകയും നല്ല പ്രാർത്ഥന അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ്. +2 പഠനത്തിന് ശേഷം കേരളത്തിന് വെളിയിലുള്ള ഒരു കോളേജിൽ പഠിപ്പിക്കുവാൻ വേണ്ടി വിട്ടപ്പോൾ അവിടെ ഉള്ള കൂട്ടുകാരികളുമൊക്കെ ആയിട്ട് കൂടിക്കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ പറഞ്ഞു, ഒരു ദിവസം നമുക്ക് ബ്ലാക്ക് മാസ് കാണാൻ പോകാമെന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഈ പെൺകുട്ടി ബ്ലാക്ക് മാസ് കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ ഈ ബ്ലാക്ക് മാസ് നടത്തുന്നവര് ഈ പെൺകുട്ടി ക്രിസ്ത്യാനിയാണെന്നും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അവര് ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഒരു തിരുവോസ്തി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ 15,000 രൂപ തരാമെന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ പെൺകുട്ടി പള്ളിയിൽ പോയി വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ആരും കാണാതെ തിരുവോസ്തി കൊണ്ട് ഈ ബ്ലാക്ക് മാസുകാർക്ക് കൊടുത്തു. അതിനുശേഷം ഈ വീട്ടുകാരിതൊക്കെ അറിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ റൂമിൽ കയറി കഥകടച്ചിരിക്കും, ആരോടും സംസാരിക്കത്തൊന്നുമില്ല, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഈ പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോൾ ഈ ബ്ലാക്ക് മാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അവിടെ മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ഈ ബ്ലാക്ക് മാസിൽ പങ്കെടുക്കുന്നവരുടെ ദേഹത്തല്ല ഇങ്ങനെ പച്ച കുത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈശോയെ എത്രമാത്രം അവഹേളിക്കാൻ പറ്റുമോ അതുപോലെ അവഹേളിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, കാതിൽ കടുക്കനിടുക, പച്ച കുത്തുക, ഇതൊക്കെ തിന്മയെ പ്രീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഏതായാലും ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ആ പെൺകുട്ടിയിൽ ഇടപെട്ടു. അപ്പോൾ ഈ പെൺകുട്ടി നല്ലൊരു ജീവിതത്തിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവാലയത്തിൽ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവാലയത്തിന്റെ ഒരു സൈഡിൽ ഒരു പെൺകുട്ടി കൂട്ടുകാരികളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിലകത്തേക്കൊന്നും കയറുന്നില്ല. കുർബാന സ്വീകരണ സമയമായപ്പോൾ ഈ പെൺകുട്ടി ഓടി പള്ളിയകത്തേക്ക് വന്നു. ഞാനൊക്കെ നിന്ന ഫ്രണ്ടിലാണ് ഈ പെൺകുട്ടി വന്നു നിന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ശരീരത്തെ കൈകളിലെല്ലാം പച്ച കുത്തിയിട്ടുണ്ട്. ഈ പച്ച കുത്തിയിരിക്കുന്നത് കാണാവുന്ന രീതിയിലാണ് ഡ്രസ് ചെയ്തിരിക്കുന്നത്. വൈദികൻ ഈശോയെ കൊണ്ട് വന്നപ്പോൾ ഈ പെൺകുട്ടി അന്നേരം തന്നെ ഈശോയെ സ്വീകരിച്ചു. അതുപോലെ തന്നെ പുറത്തേക്ക് പോയി അവിടെ നിന്ന് ഈ പെൺകുട്ടികളുമായിട്ട് നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നി. കാരണം വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നുവെന്ന്. ഈ പെൺകുട്ടി അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിച്ച് ശരീരത്ത് പച്ചയൊക്കെ കുത്തി ഷോള് പോലും ഉപയോഗിക്കാതെ വന്ന് ഈശോയെ സ്വീകരിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ ഈ പുറത്തു പോയി നിന്ന കൂട്ടുകാരികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടിയിലേക്ക് ശരിക്കും ഈശോ അല്ല കടന്നു വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടിയിലേക്ക് പിശാചാണ് ആവസിച്ചിരിക്കുന്നത്. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചാണ് പോയി ഈശോയിൽ നിന്ന് അപ്പം സ്വീകരിക്കുന്നത്. അപ്പം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സാത്താൻ ആവസിച്ചതുപോലെ ലോകത്തിന്റെ അരൂപികളെ ഉള്ളിൽ കൊണ്ട് നടന്ന് ഈശോയെ വന്ന് സ്വീകരിക്കുമ്പോൾ പിശാചാണ് ഈ പെൺകുട്ടിയിലേക്കും വന്ന് ആവസിച്ചിരിക്കുന്നത്. ഞാനതിന് ശേഷം അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി ഒന്നും ഇങ്ങനെ പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പരാതികൾ വരും. അതുകൊണ്ട് അച്ഛനോട് നിനക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ മാതാപിതാക്കന്മാര് ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇതുപോലെ പച്ചകുത്തുവാനും അല്ലെങ്കിൽ ഒരു കാതിൽ കടുക്കനൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ പരിശുദ്ധ കുർബാനയിലേക്ക് പറഞ്ഞയക്കരുത്. നിങ്ങളെ ഈശോയെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയെ വേദനിപ്പിച്ച് പിശാചിനെ പ്രീതിപ്പെടുത്തുന്ന ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വർഗത്തെ വേദനിപ്പിച്ച് നരകത്തെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ കുമ്പസാരത്തിലൊക്കെ ഈ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ്, നിങ്ങളെ എത്ര വലിയ പാപിയാണോ നിങ്ങൾ കുമ്പസാരത്തിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈശോയിലേക്ക് തിരിച്ചു വരുമ്പോൾ ധൂർത്തപുത്രൻ തിരിച്ചു വന്നതുപോലെ, പിതാവ് ചേർത്ത് പിടിച്ചതുപോലെ ഈശോ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കും. നാളെ പന്തക്കുസ്തായ്ക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പശ്ചാത്താപത്തിന്റെ നമ്മുടെ ഉള്ളിലുള്ള ഇതുപോലെയൊക്കെയുള്ള തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സ്നേഹബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും
നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.